കുട്ടുമണി മാണിമാണി പോലെ നിസ്സാരമാക്കി പാടി. വളരെ നിസ്സാരം, വളരെ നിസ്സാരം. മോന്റെ ഫീല് അന്നും മോന് ഫീല് ഭയങ്കര 2 വയസ്സ് കുറവാണെങ്കിലോ ആ സമയത്ത് വളരെ ഫീലോടെ പാടിയത്. ഞാൻ അവിടെ ഒരു പാട്ട് പാടി. അത് ഏത് പാട്ടായിരുന്നു പാടിയേ? അയ്യോ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, മറന്നുപോയി. കുറെ പാട്ടുകൾ പാടുന്നുണ്ടേ അല്ലെ, അതിന്റെ ഇടയ്ക്ക് എത്രയോ പാട്ടുകൾ പാടി അല്ലെ. അതെ അതെ, ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ മോന് ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്രയും ഫീലോടെ പാടാൻ പറ്റുന്ന അതൊരു വലിയൊരു ദൈവാനുഗ്രഹമാണ്. താങ്ക് യു ചേച്ചി. മോൻ ആരെ പഠിപ്പിക്കുന്നേ? പാട്ട് ആരെ പഠിപ്പിക്കുന്നത്? ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇതിനു മുന്നേ രാമു സാർ എന്ന് പറയുന്ന ഒരു സാറിന്റെ അടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. ഷാർജയിലാണോ? ഷാർജയിൽ. അപ്പോ അവിടെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണ്ടിന്യൂ ആയി പോയി. അപ്പൊ പിന്നെ നിർത്തി. അപ്പൊ പിന്നെ അല്ലാതെ തന്നെ അങ്ങ് പഠിച്ചു. അച്ഛനും അമ്മയാണ് അങ്ങനെ പഠിപ്പിക്കുന്നത് സാധാരണ. അച്ഛൻ പാട്ട് പാടും. അപ്പൊ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് അമ്മ എനിക്ക് ആ ഓരോ നോട്ടും പ്ലാനും അതേപോലെ പറഞ്ഞ് വരപ്പിച്ചു തരും എനിക്ക്. ലൈക്ക് ഓരോ ലൈനിലും ഇങ്ങനെ ഓരോന്ന് വരച്ചു വെക്കും. ഇല്ല അമ്മ പാടില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ പാടത്തില്ല. ഇപ്പൊ മനസ്സിലായില്ല അവനൊരു റൂട്ട് മാപ്പ് ഉണ്ടെന്ന്. എന്റെ റൂട്ട് മാപ്പ് ആണ് അമ്മ. അതാണ് അമ്മയുടെ റൂട്ട് മാപ്പാണ് മകൻ. അത് കയ്യിൽ ഇത്രയും മോതിരവും എല്ലാം അടിപൊളി. ഈ മോതിരം എനിക്ക് മധുങ്കളുടെ ഇൻസ്പിറേഷൻ ആണ്. ഏത് മോതിരം? ഈ മോതിരങ്ങളെല്ലാം വെരി ഗുഡ്. ഒരു കയ്യില് 2 മോതിരം, വേറൊരു കയ്യില് 2 മോതിരം. ഇവിടെ തന്നെ എനിക്കൊരു പിൻഗാമിയെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഇത്രയും നാളായിട്ട് ആദ്യമായിട്ട്. ഇനി ഇങ്ങോട്ട് വന്നാട്ടെ, പോകുന്നതിന് മുമ്പ് ഇതും കൂടെ ഇരിക്കട്ടെ. 5 സ്റ്റാർ മിസ്റ്റർ പാർത്ഥിവ്. എന്തോ? പ്ലീസ് ബി സീറ്റഡ്. മിസ്റ്റർ പാർത്ഥിവ് പ്ലീസ് ബി സീറ്റഡ്. പാർത്ഥിവ് കുട്ടാ, എനിക്കിന്ന് പാടിയത് വളരെ 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 ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ ലിറിക്സ് എല്ലാം നന്നായിട്ട് പഠിച്ച് പാടുന്നുണ്ട്. ഇടയ്ക്ക് അങ്ങനെ ഒരു കുറച്ച് പ്രശ്നം ഉണ്ടായില്ലേ? അതൊക്കെ മാറി. അതാണ് പാർത്ഥിവ് കുട്ടൻ, അതാണ് വിൽ പവർ. യെസ്, അതെ, ആത്മവിശ്വാസം. കുട്ടുമണി അല്ലേ? കുട്ടുമണി, അന്ന് ഞാനില്ലായിരുന്നല്ലോ. ഇല്ല, അതായിരുന്നു കുഴപ്പം. ഞാൻ തിരിച്ചു വന്നു, ലിറിക്സ് തിരിച്ചു വന്നു, ഓർമ്മ തിരിച്ചു വന്നു. ശരിയാണ്. അപ്പൊ എംജങ്ങള് പോകുമ്പോ കൂടെ ലിറിക്സും പോകും. ലിറിക്സ് കൊണ്ടുപോകും. കയ്യിലെ എല്ലാ ലിറിക്സും എല്ലാ സാധനങ്ങളും ഉള്ള അലമാറയിൽ പൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ പാട്ടിൽ വരുമ്പോ എനിക്ക് 5 സ്റ്റാർ തന്ന പോലെ ഒരു ചാവി തരും. എന്നിട്ട് അത് തന്നിട്ട് ഞാൻ എല്ലാ ലിറിക്സും അകത്തെടുക്കും. അങ്ങനെയാണല്ലേ? അപ്പൊ എംജങ്ങളുടെ കൂടെ എപ്പോഴും വേണോ? അപ്പൊ ചാവി മാറ്റി 5 സ്റ്റാർ ആക്കി. ഇപ്പോഴത്തെ ചാവി ഇപ്പൊ 5 സ്റ്റാർ ആണ്. പുതിയ എന്തോ ഡിസൈൻ ചെയ്തെടുത്ത ചാവിയാന്ന് തോന്നുന്നു. ആണോ? ഓക്കെ ഓക്കെ. പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പാടിയത് നല്ല ഫീല് കൊടുത്തു. ആകെ എനിക്ക് കുറച്ച് ഫീല് കൊടുക്കണം തോന്നിയ സ്ഥലം എംജങ്ങൾ പറഞ്ഞ് പാടിപ്പിച്ചു. കഴുകാതെ ഞാൻ നോക്കി നിന്നു. അത് ദിവ്യാൻറ്റി വന്നപ്പോ മധുങ്കൾ പാടിയില്ലേ? കഴുകാതെ പാടിയില്ലേ? അത് ദിവച്ചുള്ളതുകൊണ്ട് അതാണ്. മനസ്സിലായല്ലേ? എങ്ങനെ മനസ്സിലായി? ഭാര്യയുടെ പെർഫ്യൂമിന്റെ മണം സ്വന്തമായിട്ട് അറിയാവുന്നോണ്ട് മണത്ത് കണ്ടുപിടിച്ചു. അത് മാത്രല്ല, മധുങ്കൾ ആ ഓർക്കസ്ട്രക്കാരെ നോക്കിയപ്പോ സൈഡിലൊരു ഒരുതലം മാത്രം, ഒരുതലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു തരളക പോലങ്ങൾ